ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ 3 രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഓണിയൻ ഗാർലിക് ചട്നിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ ഇതേ സാമ്പാറിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളരിക്ക, പിന്നെ നമ്മുടെ ലൗക്കി എന്ന് പറയത്തില്ലേ, നമ്മുടെ ചുരക്ക, അതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്പം ക്യാരറ്റ്, പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെയോ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ. നമ്മൾ കിഴങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർത്തില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പരിപ്പാണ്. ഞാൻ ഏകദേശം ഒരു ചെറിയ ഒരു കപ്പിലാണ് പരിപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളമാണോ ഗ്രേവി വേണ്ടത് ആ ഒരു ലെവലിൽ. ഞാനിപ്പോൾ പരിപ്പെടുത്ത കപ്പിൽ ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 പിഞ്ച് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾ പൊടി, എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 2 വിസിൽ. മസൂർ ദാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ വേകാൻ ഒട്ടും തന്നെ താമസം ഉള്ള വെജിറ്റബിൾസ് ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഒരു 2 വിസിൽ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. സാമ്പാർ അവിടെ നിന്ന് വേകട്ടെ. ഞാനത് അപ്പത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശമാവ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ 2 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ 1 കപ്പ് അവിൽ ചേർത്ത് അരച്ചെടുത്ത മാവാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊങ്ങി വരും, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ നമുക്ക് ശരിക്കും ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പിനും താഴെയാണ് ഞാൻ ശരിക്കും ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് തിക്നെസ്സിലാണ് നമുക്ക് ഊത്തപ്പം വരേണ്ടത്, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് നമുക്ക് ഈ ദോശമാവ് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഊത്തപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണിയൻ ഊത്തപ്പമാണ്. നമ്മുടെ സവോള വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഊത്തപ്പം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു ടേസ്റ്റ് രണ്ടായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഓണിയൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളുടെ കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, പച്ചമുളക്, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ദോശമാവിന് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ഈ ഒരു സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. നമുക്ക് സവോള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴറ്റാണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ നോർമലി ചെയ്യാറില്ലേ, ദോശയുടെ മാവിൻ്റെ മുകളിലേക്ക് നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന
ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഓണിയൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മളിത് അടുത്ത ഒരു പാൻ എടുത്തു. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഓണിയൻ ഊത്തപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ തീ ഒന്ന് മാക്സിമം ഒന്ന് കുറച്ചൊന്ന് വെക്കാം. ഇതൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ബാക്കി തീയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എന്താ ഫസ്റ്റ് മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതൊരല്പം തിക്കായിട്ട്, എന്നാൽ ഒരുപാട് തിക്കാകരുത്, എന്നാൽ ചെറിയൊരു തിക്നെസ്സിൽ വേണം ഈ ഒരു ഊത്തപ്പം ഇരിക്കാൻ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓണിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ അത് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ദാ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, പിന്നെ ചിലർ ബട്ടർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ നാടൻ നെയ്യില്ലേ, നല്ല നെയ്യ്, അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ദോശയിൽ നമ്മൾ പ്ലെയിൻ ദോശ ഉണ്ടാക്കുമ്പോഴും ഒരല്പം നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് വരുന്നത്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ. ഇനി ഒരുപാട് നേരമൊന്നും ഇടണ്ട. നമ്മളുടെ ഓണിയനൊക്കെ ഓൾറെഡി കുക്കായി വന്നിട്ടുള്ള ഓണിയനാണ്. അപ്പോൾ ഒത്തിരി നേരമൊന്നും നമുക്കിനി ഇങ്ങനെ വെക്കണ്ട. നമ്മളുടെ ഫസ്റ്റ് ഓണിയൻ ഊത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ അത്രയും തന്നെ മാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ ടൈം മാറിപ്പോകരുത്. നമുക്കിതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1-2 പച്ചമുളകിൻ്റെ പീസ്, കുറച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ വേണ്ടത് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് നമ്മളുടെ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടിക്ക് പകരമായിട്ട്, ഇത് ഓപ്ഷണലാണ്, ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചട്നിപ്പൊടിയില്ലേ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ അടച്ചു വെക്കാം. അപ്പം നമ്മളുടെ രണ്ടാമത്തെ ഊത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു വെറൈറ്റിയും കൂടെ ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്, നമ്മളിതാ ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓണിയൻ, പിന്നെ നമ്മൾ നേരത്തെ ചേർത്തില്ലേ നമ്മളുടെ മല്ലിയില, കറിവേപ്പില, അതുപോലെ തന്നെ ഉപ്പ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ദോശ ഉണ്ടല്ലോ, ആ ദോശയുടെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നിവിടെ ആദ്യം ഒന്ന് അടച്ചു വെക്കണം. ഇപ്പം നമ്മൾ നെയ്യും കാര്യങ്ങളും ഒന്നും ഒഴിക്കേണ്ട. നമ്മൾ ആദ്യം ഒന്ന് ദോശ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ സാമ്പാർ ഞാൻ ഓൾറെഡി എന്താണ് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിരിക്കുവാണ്. ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കേണ്ട ഒറ്റ പ്രൊസീജിയറും കൂടെ സാമ്പാറിനകത്തുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരു ഓണിയൻ ഗാർലിക് ചട്നിയുടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗാർലിക് ചട്നിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ സാമ്പാറും ഈ ഊത്തപ്പവും കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. തീർച്ചയായും ആ ഒരു വീഡിയോ കാണാത്തവർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു ചട്നിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ കുറച്ച് നമ്മളുടെ പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ നല്ല നെയ്യ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് പതിയെ ഒന്ന് മറിച്ചിടണം. ആഹാ, നമ്മളുടെ ആ ഒരു മുട്ടയും ഒക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ദോശയായിട്ടൊന്ന് സെറ്റായിട്ടൊക്കെ ഒന്ന് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുട്ട വെച്ചുള്ള ഊത്തപ്പവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വെറൈറ്റി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. മൂന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നവർ മൂന്നും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് ദോശമാവല്ലേ ആവശ്യം വരത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള, ഒന്നും തന്നെ പാടുള്ളതോ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമുക്ക് ഇനി ഷോപ്പിൽ പോയി പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്ന് ചെയ്യേണ്ടതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. സുന്ദര കുട്ടപ്പന്മാരായിട്ട് നമ്മൾ ഉണ്ടാക്കിയ 2 പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഇവനെ കൂടെ വെച്ച് കൊടുക്കാം. ആഹാ, അപ്പോൾ നമ്മളുടെ 3 സൈസിലുള്ള നമ്മളുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കൂട്ടിയെടുക്കാം. ആ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമ്മുടെ തീ ഒന്നുകിൽ നമുക്ക് ഓഫ് ചെയ്ത് കളയാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സിമ്മിലേക്ക് മാറ്റിയിടുക. സിമ്മിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കരിയത്തില്ല എന്നുള്ള ഉറപ്പുള്ളവർ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളവും ഇതുമായിട്ടൊന്ന് മിക്സായി വരട്ടെ. നിങ്ങൾക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ സാമ്പാറിലേക്ക് തക്കാളി ചേർക്കുന്നവരുണ്ട്, പുളി ചേർക്കുന്നവരുണ്ട്. അപ്പം ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് പുളി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നത്. ഒരു ചെറിയൊരു പീസ് പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ഇച്ചിരി വെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളവും കൂടെ നമുക്ക് ഈ ഒരു സാമ്പാർ പൊടിയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അതിനകത്തേക്ക് ആ ഒരു തരിയൊന്നും പെടാതെ നമ്മൾ പുളി കലക്കി വെച്ച വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാറിൽ ഒരുപാട് പുളി വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കുവാണെങ്കിലും തക്കാളിയുടെ പുളി നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ധാരാളമായിരിക്കും ഇത്രയും സാമ്പാറിന്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്ന ആളിലേക്ക് നമുക്കിതാ ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് ഒരല്പം
മല്ലിയില കൂടെ തൂവി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് നമ്മളിപ്പം ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ സാമ്പാർ എടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 സൈസിലുള്ള ഊത്തപ്പവും ഇവിടെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാമ്പാറും ചട്നിയും കൂട്ടി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ. അപ്പം അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.